എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു പലഹാരം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 3 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒറ്റ നൂൽപ്പരുവം ആകുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് 2 വിരലിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇത് ഒറ്റ നൂലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പാകം കറക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ അവലോസ് പൊടി ഉണ്ടല്ലോ, അത് മിക്സിയിൽ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് അവലോസ് പൊടി മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ചേർക്കരുത്, കുറച്ച് നമ്മളൊന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കട്ടൗത്തി പോവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ ഇത് ചെറുതായിട്ട് 1-2 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് വല്ലാതെ ഹാർഡായി പോകാൻ നിൽക്കരുത്. ചെറിയൊരു സോഫ്റ്റ്നെസ്സിൽ വേണം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാൻ. വല്ലാതെ ഹാർഡായിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ നമുക്കിത് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ്സിൽ വേണം നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ, വല്ലാതെ ചൂടാറാൻ നിൽക്കണ്ട. 1-2 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ അതവിടെ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് എടുക്കുക, ചെറിയൊരു ബോളിൻ്റെ സൈസിൽ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കുറച്ച് അവലോസ് പൊടിച്ചത്, അത് അതിനകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മുഴുവനൊന്ന് കോട്ടായി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവലോസ് ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ എല്ലാ അവലോസ് ഉണ്ടയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ 1 നൂൽപ്പരുവം ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ലോവിലേക്ക് വെച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കുക. 1 നൂൽപ്പരുവൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ നമുക്കത് കഴിക്കാനും പറ്റില്ല, കാരണം വായിലിട്ട് കടിക്കാനും നമുക്ക് പറ്റേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അവലോസ് ഉണ്ടയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് തയ്യാറാക്കി വെക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്